1992 ഞാൻ ഗുരുവായൂർ SI ആണ്. അന്ന് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തത് പിന്നീട് ജീവിതത്തിൽ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ തിരിഞ്ഞു നോക്കുമ്പോൾ അത് വേണ്ടിയിരുന്നോ എന്ന് തോന്നുന്ന ഒരു സംഭവമാണ്. സംഭവം ഞാൻ ചെയ്തത് 100% ലീഗലാണ്. അത് മാത്രം ഒന്ന് പങ്കുവയ്ക്കാം. വേറൊന്നുമല്ല, ഒരു ദിവസം രാവിലെ ഒരു മുൾക്കാട്ടിൽ ഒരു ചോരക്കുഞ്ഞിനെ കാണുകയാണ്. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടിട്ടാണ് സമീപവാസികൾ എത്തുന്നത്. അപ്പോൾ നിറയെ മുള്ളും ഉറുമ്പൊക്കെ ഉള്ള ഒരു ഇതിനകത്ത് ഒരു ചോരക്കുഞ്ഞ് കിടന്ന് കരയുകയാണ്. പ്രസവിച്ച് കഴിഞ്ഞിട്ടുള്ളൊരു കുഞ്ഞാണ്, നവജാത ശിശു എന്നൊക്കെ പറയുന്ന ഇതാണ്. അങ്ങനെ പെട്ടെന്ന് നാട്ടുകാരെല്ലാവരും കൂടി അതിനടുത്ത് ആശുപത്രി കൊണ്ടുപോയി കെയർ ചെയ്തു. കുട്ടി രക്ഷപ്പെട്ടു, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതാരാണ് ഇതിവിടെ കൊണ്ടുവച്ചത്, ഈ ക്രൂരകൃത്യം ചെയ്ത ആരാണ്, അതെങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ ആ പരിസരത്തുനിന്ന് മുഴുവൻ അന്വേഷിച്ചിട്ട് അവിടെ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രസവം നടന്നതായിട്ടോ ഒന്നും ആർക്കും അറിയില്ല. അപ്പോൾ എന്തായാലും ഒരു അനാവശ്യ ഗർഭധാരണം ഉണ്ടാകുകയും അങ്ങനെ ഉള്ള ഒരു കുട്ടിയായിരിക്കാം, ഒരു ദുരഭിമാനം കൊണ്ട് ചെയ്തായിരിക്കാം, അങ്ങനെ എന്തോ ഡ്യൂ ടു സോ മെനി റീസൺസ് ആകാം. അപ്പോൾ വേറൊന്നും ആലോചിച്ചില്ല. ആ ഗുരുവായൂരിൻ്റെ പരിസരത്തുള്ള എല്ലാ ആശുപത്രികളിലും നഴ്സിംഗ് ഹോമുകളിലും എല്ലാം പ്രസവം നടക്കുന്ന ഹോസ്പിറ്റലുകളിലൊക്കെ റീസെൻ്റ്ലി ഡെലിവേർഡ് ആയിട്ടുള്ള കേസുകളെടുത്തു. ഒരു ആഴ്ചയ്ക്കകത്ത് അല്ലെങ്കിൽ ഒരു 2 ദിവസത്തിനകത്ത് 3 ദിവസത്തിനകത്ത് അങ്ങനെ ആശുപത്രികളിലൊക്കെ ചെന്ന് പിന്നെ പ്രസവിച്ചതിന് ശേഷം കുട്ടികൾ കൂടെ ഉള്ളവർ ഏതൊക്കെയെന്ന് ഒരു ലിസ്റ്റ് എടുത്തു. അങ്ങനെ ലിസ്റ്റ് എടുത്തു വന്നപ്പോൾ അവിടെ കൂരമൂച്ചിക്ക് അടുത്തുള്ള ഒരു സ്ഥലത്ത് അരിയന്നൂർ ഒരു ക്രിസ്ത്യൻ നഴ്സിംഗ് ഹോമുണ്ട്. അവിടെ 2 ദിവസം മുമ്പ് ഇതുപോലെ തന്നെ പ്രസവിച്ചിട്ടുണ്ട്. പക്ഷെ അവർ കുട്ടിയെ കൊണ്ട് അവിടുന്ന് പോയി. അഡ്രസ്സ് അവിടെയുണ്ട്. അഡ്രസ്സ് പോയി വെരിഫൈ ചെയ്തപ്പോൾ അമ്മ അവിടെയുണ്ട്, കുട്ടി അവിടെയില്ല. അപ്പോൾ അത് മാറ്റി നിർത്തി ചോദിച്ചപ്പോൾ അവർ സമ്മതിച്ചു ഒരു അവിഹിത ഗർഭത്തിലുണ്ടായതാണ്. അപ്പോൾ ഉണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം കൊണ്ട് ഒരച്ഛനും 3-4 പെമ്മക്കൾ, കെട്ടിച്ചയക്കാനൊന്നും നിവൃത്തിയില്ല, ഭക്ഷണം കഴിക്കാൻ പോലും വകയില്ലാത്ത രീതിയിൽ രോഗികളുമൊക്കെ ആയിട്ടുള്ള ഒരു വല്ലാത്ത ദുരിതം പിടിച്ചൊരു കുടുംബം. അപ്പോൾ ഈ അവസ്ഥ മനസ്സിലാക്കി ഒരു പ്രണയം നടിച്ച് അതിലൊരു മൂത്ത മകളെ വിവാഹം ചെയ്യാമെന്നൊക്കെ പ്രലോഭിപ്പിച്ച് അവരെ കൂട്ടിക്കൊണ്ടുപോയി പല സ്ഥലത്തായിട്ട് വെച്ച് അവരെ ആയിട്ട് ശാരീരിക ബന്ധത്തിലേർപ്പെട്ട് അത് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ അയാൾ കൈയൊഴിഞ്ഞു നാട് വിട്ടു. അപ്പോൾ ഇത്തിരി അഭിമാനമുള്ളതാണ്. സാമ്പത്തികമായിട്ട് ഇത്തിരി മോശമാണെങ്കിലും ഒരു സ്റ്റാറ്റസ് ഉള്ളൊരു കുടുംബമാണ് ആ പരിസരത്ത്. അച്ഛനാണെങ്കിലും ഒരു പഴയ ഒരു കോൺഗ്രസ് നേതാവ്, അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല സമൂഹത്തിൽ തെറ്റില്ലാത്തൊരു ഇമേജുള്ള ഒരു ഫാമിലിയാണ്. അപ്പോൾ കുടുംബത്തിൻ്റെ താഴെയുള്ള 3 അനിയത്തിമാരുടെ ഭാവി പോകാതിരിക്കാനും അച്ഛനൊരു മനോവേദന ഉണ്ടാവാതിരിക്കാനും വേണ്ടിയിട്ടാണ് ആരും അറിയാതെ ഒരു കൂട്ടുകാരിയെ വിളിച്ച് അവിടെ പോയി പ്രസവിച്ച്. അപ്പോൾ തോന്നിയൊരു ബുദ്ധിയാണ് ഇങ്ങനെ എവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിക്കുക. അപ്പോൾ അത് ആരെങ്കിലും എടുത്ത് വളർത്തിക്കോളും. കൊല്ലാൻ തോന്നിയില്ല ചോരക്കുഞ്ഞിനെ. അപ്പോൾ അത് വെളുപ്പാൻ കാലത്താണ് കൊണ്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ അത് മുൾക്കാടാണോ എന്തൊന്നും നോക്കിയില്ല, ആളൊഴിഞ്ഞ സ്ഥലം നോക്കി വെച്ചതാണ്. ഇതാണ് എൻ്റെ ഹിസ്റ്ററി. ഇനി എന്താണ് പോലീസ് ചെയ്യുക? ഇത് ഒഫൻസാണ്. അതായത് ഒരു അബാൻഡൻ ചെയ്യുക, ടു ഡൈ ഇൻ എൻ എക്സ്പോസർ ചെയ്യുക ഇൻ എൻ ഓപ്പൺ പ്ലേസ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ശിശുവിനെ, ഒരു ബേബിയെ മരിക്കാൻ വേണ്ടിയിട്ട് വിടുക എന്നുള്ള അർത്ഥത്തിലാണ്. അങ്ങനെ വിടുന്നത് ഇന്ത്യൻ പീനൽ കോഡിൽ 314 തൊട്ട് 318 വരെയുള്ള പല സെക്ഷനുകളിലായിട്ട് അതൊക്കെ കുറ്റകരമാണ്. അനിയത്തിമാരുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തു പോയി. അപ്പോൾ സിയോട് ഡിസ്കസ് ചെയ്തു.
സി പറഞ്ഞു നിങ്ങൾ അതിനെ വലിയ സെൻറ്റിമെൻറ്റ്സ് ഒന്നും കാണണ്ട, ആ സ്ത്രീനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുക, കുറ്റപത്രം കൊടുക്കുക. ഇതൊക്കെ പോലീസിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, നിങ്ങളിപ്പോൾ സർവീസ് തുടങ്ങിയല്ലേ ഉള്ളൂ. അപ്പോൾ അപ്പോഴേ നിങ്ങളിങ്ങനെ സെൻറ്റിമെൻറ്റ്സ് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കൊണ്ട് നടക്കാൻ പറ്റില്ല. അപ്പോൾ കുറേ സാരോപദേശം കിട്ടി. അപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ പോയില്ല, അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കി. വക്കീലിനെ ഏർപ്പാട് ചെയ്യാൻ പോലും 10 പൈസയില്ല കയ്യിൽ. അവസാനം പിന്നെ കോടതി ഈ വക്കീലന്മാരില്ലാത്ത കേസുകളാകുമ്പോൾ കോടതി ഏർപ്പെടുത്തി കൊടുക്കുന്ന ആ ഒരു പ്രൊവിഷൻ വെച്ച് അവർക്ക് വക്കീലിനെ ഏർപ്പാടാക്കി കൊടുത്തു. അവർ ധൈര്യാവസ്ഥ കണ്ടിട്ടാണെന്നറിയില്ല, ജയിലിലേക്ക് അയച്ചില്ല എന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ നിന്ന് തന്നെ ജാമ്യത്തിൽ പോന്നു എന്നാണ് എൻ്റെ ഓർമ്മ. 2002 ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട സി ആയിരിക്കുമ്പോൾ നെയ്യാർ ഡാമിൽ ഉണ്ടായ ഒരു മർഡർ കേസാണ്. അത് ഈ പോലീസിൻ്റെ റെസ്പോൺസ് ടൈം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. പോലീസിലെ റെസ്പോൺസ് ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു ക്രൈം നടന്നതായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ് വിവരം കിട്ടിക്കഴിഞ്ഞാൽ എത്രയും വേഗം സ്ഥലത്തെത്തുക, എത്രയും വേഗം ആക്ഷൻ എടുക്കുക, ഒട്ടും വൈകാതെ, ഒരു സെക്കൻഡ് പോലും, ഒരു നാനോ സെക്കൻഡ് പോലും വൈകാതെ എത്തുക. അതിനെയാണ് റെസ്പോൺസ് ടൈം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അത് വൈകിയാലുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചുള്ള ഒരു ഉദാഹരണം കൂടിയാണ്, ഒരു അനുഭവം കൂടിയാണത്. അത് നെയ്യാർ ഡാമിൽ രാത്രിയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വരികയാണ്. അവിടെ അടുത്തൊരു സ്ഥലം, ആ സ്ഥലത്തിന് പേര് ഞാൻ മറന്നുപോയി, അവിടെ ഒരാളെ കുത്തി കൊന്നിട്ടുണ്ട്. ഇത്രയാണ് വിവരം. അപ്പോൾ സ്റ്റേഷനിലെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഒരു പറവുകാരൻ മാത്രമേ ഉള്ളൂ. GD ചാർജ് എന്തോ കാര്യത്തിന് പുറത്തു പോയിരിക്കുകയാണ്. സ്റ്റേഷനിലുള്ള മൊത്തം ആളുകൾ കോട്ടൂർ വനത്തിൽ അബ്കാരി റെയ്ഡിന് പോയിരിക്കുകയാണ്, ചാരായ റെയ്ഡിന് പോയിരിക്കുകയാണ്. അപ്പോൾ ഈ കോട്ടൂർ വനത്തിൻ്റെ മുകളിലൊക്കെ ചാരായ ഇതിന് പോയി കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല അതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരാനായിട്ട്. കാരണം അങ്ങനെ ഒരു സ്ഥലമാണ് ആ വനം, ആന ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരുപാട് വലിയ ടാങ്കുകളിൽ, തറയിൽ കിണർ കുഴിച്ചിട്ട് അവിടെയും ഇത് മൊളാസസ് മറ്റു സാധനങ്ങളൊക്കെ ഇട്ടിട്ട് വാറ്റും. പിന്നെ വലിയ ഈ സിൻഡെക്സിൻ്റെ ഒക്കെ പോലത്തെ അത്രയൊക്കെ 1000 അത്രയൊക്കെ ലിറ്റർ കൊള്ളുന്നതിൽ അങ്ങനെ വ്യാപകമായ രീതിയിൽ ചാരായം വാറ്റി നടക്കുന്നൊരു സ്ഥലമാണ്. തിരുവനന്തപുരം സിറ്റിയിലേക്കുള്ള ആവശ്യമായിട്ടുള്ള ഈ ചാരായം മുഴുവനും പിന്നീട് അവിടെ ചെന്നിട്ട് കളർ ചേർത്തിട്ടാണ് ബ്രാൻഡി ബിസ്ക്കറ്റൊക്കെ പല ബാറുകളിലേക്കും പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് അവർ എത്തിയിട്ടില്ല, രാത്രി ഇങ്ങോട്ട് തിരിച്ചെത്തിയിട്ടില്ല. സ്റ്റേഷനിലെ SIയും മറ്റുള്ള എല്ലാവരും അങ്ങോട്ട് പോയിരിക്കുകയാണ്. അപ്പോഴാണ് ഈ കോള് വരുന്നത്, ഒരാളെ കുത്തിയിട്ടുണ്ട് ഇവിടെ ഒരു കടയുടെ മുന്നിൽ, ഹോട്ടലിൻ്റെ മുന്നിലാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പോലീസുകാരൻ GD ചാർജ് വരട്ടെ എന്ന് വിചാരിച്ചു. GD ചാർജ് വരാൻ വൈകി. കാരണം SIയും കാര്യം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് പെട്ടെന്ന് അയാൾ അന്വേഷിക്കില്ല എന്നുള്ളത് വിചാരിച്ചിട്ടായിരിക്കാം GD ചാർജ് അന്നേരം അവിടുന്ന് മുങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടായിരിക്കും വരാൻ വൈകിയത്. അത് കഴിഞ്ഞ് അതൊരു വിളിക്കുന്നൊരു 7:30 മറ്റാണ്. അത് കഴിഞ്ഞൊരു 9 മണിയായപ്പോൾ അവർ വേറെ ആരോ വഴിയൊക്കെ സ്പെഷ്യൽ ബ്രാഞ്ച് ആണെന്ന് തോന്നുന്നു എന്നെ വിവരം അറിയിച്ചു, കാട്ടാക്കടയ്ക്ക് വിവരം അറിയിച്ചു, ഇങ്ങനൊരു മർഡർ നടന്നിട്ടുണ്ട് അവിടെ, ഇതുവരെ നെയ്യാർ ഡാം പോലീസ് എത്തിയിട്ടില്ല. അങ്ങനെ വിവരം അറിഞ്ഞാൽ അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് കാട്ടാക്കട ഈ നെയ്യാർ ഡാമിൻ്റെ സ്ഥലത്തേക്ക്. അപ്പോൾ ഒരു 9:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. മർഡർ കഴിഞ്ഞിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിരിക്കണു. അവിടെ ചെല്ലുന്ന കാണുന്നൊരു രംഗം എന്താണെന്ന് വെച്ചാൽ ഒരു ബോഡി, ഡെഡ് ബോഡി, മഴവില്ല് പോലെ നിൽക്കുന്ന ബോഡി, റാ പോലെ നിൽക്കുന്ന ബോഡി. ഇങ്ങനെ വരുന്നത്? അത് നമ്മൾ എന്തെങ്കിലും രാത്രിയിൽ എവിടെയെങ്കിലും ഒരു ബോഡി ഇങ്ങനെ കാണുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മളത് അവിടെ നിന്ന് എടുത്ത് മരിച്ചിട്ടില്ല, ജീവൻ ഉണ്ടാകാം എന്നൊക്കെ പറഞ്ഞ് എത്രയും വേഗം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് മാറ്റി, മോർച്ചറിലേക്ക് മാറ്റും. അപ്പോൾ പിന്നെ രാത്രി കാവൽ നിൽക്കുന്നത് മറ്റൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ചെന്ന് പെട്ടെന്ന് ആംബുലൻസൊക്കെ വിളിച്ച് കയറ്റാൻ നിൽക്കുമ്പോൾ ജനക്കൂട്ടം വന്നു. അവിടുത്തെ ഒരുമാതിരി പൊതുപ്രവർത്തകരെല്ലാവരും കൂടി വന്നു. 2 മണിക്കൂറായി ബോഡി ഇങ്ങനെ നിൽക്കുന്നത്. ഞങ്ങൾ ഡോക്ടറെയൊക്കെ വിളിച്ച് വന്ന് നോക്കി, ആൾ മരിച്ചു. ഇനി നിങ്ങൾ കൊണ്ടുപോകണ്ട, ഇൻക്വസ്റ്റ് നടത്തിയിട്ട് കൊണ്ടുപോയാൽ മതി. അതങ്ങനെയാണ് ശരിക്കും. മരിച്ചു എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ പിന്നെ ഇൻക്വസ്റ്റ് നടത്തിയിട്ടാണ് ബോഡി കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നാണ് നിയമം. നിങ്ങളിവിടെ കാവൽ നിന്നോ? സ്ഥിരം എവിടെയും പോലീസിനെതിരായിട്ട് എടുക്കുന്നൊരു ആയുധമാണ്. ഈ ബോഡി മൂടിയിടാൻ പോലും നിവൃത്തിയില്ല.
കാരണം ഇങ്ങനെ വളഞ്ഞു നിൽക്കുകയാണ്, തല ഇങ്ങനെ കീഴോട്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു ഇതിൽ നിൽക്കുകയാണ്. അപ്പോൾ എന്താ സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ, ഒരു പട്ടാളക്കാരൻ്റെ അമ്മയെ അവരൊരു ബന്ധു സ്ഥിരമായിട്ട് വന്ന് അവരുടെ ഭർത്താവില്ലാത്ത നേരത്ത് വന്ന് ശല്യം ചെയ്യണു. ഇതാണ് കാശ്മീരിലുള്ള പട്ടാളക്കാരന് വിവരം കിട്ടുന്നത്. അപ്പോൾ ആ വീട്ടിൽ അമ്മയും ഈ പട്ടാളക്കാരൻ്റെ അനിയത്തിയും അവരെ അച്ഛനും മാത്രമാണ് ഉള്ളത്. അപ്പോൾ കാശ്മീരിൽ അന്ന് ഇവന് പ്രായം 20 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവൻ നേരത്തെ തന്നെ ആർമി ചേർന്ന് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അമ്മയെ ഇങ്ങനെ ഉപദ്രവിക്കാൻ വന്നു, അമ്മയെ ശല്യപ്പെടുത്താൻ വന്നു എന്ന് കേട്ടപ്പോൾ പട്ടാളക്കാരൻ അവിടുത്തെ അവരുടെ ബോസിനോട് പറഞ്ഞെന്നും, ബോസ് ഒരു കത്തി എടുത്ത് പോയിട്ട് നിൻ്റെ അമ്മയെ ഉപദ്രവിച്ചാലേ കൊന്നിട്ട് വാന്ന് പറഞ്ഞു എന്നൊക്കെയാണ് പിന്നീട് ഉള്ള ഇവൻ്റെ വേർഷനിൽ നിന്ന്, ഇവൻ്റെ അമ്മയുടെ വേർഷനിൽ നിന്നൊക്കെ കേൾക്കുന്നത്. എന്തായാലും അവൻ കാശ്മീരിൽ നിന്ന് ഇവിടെ വന്ന് ഇവൻ്റെ പേര് വിഷ്ണു എന്നാണ്, ഈ മരിച്ചവൻ്റെ പേര്. ആ വിഷ്ണു ബന്ധു അത്യാവശ്യം കുറച്ച് മദ്യപിക്കുന്ന ഒരാളൊക്കെയാണ്. പിന്നെ വീട്ടിൽ വരാറുണ്ടെന്നുള്ളത് സത്യമാണ്. അതിന് ചെറിയൊരു പിന്നാമ്പറം വേറെ ഉണ്ടെന്ന് മാത്രം. അത് നമ്മൾ സ്റ്റോറിയിൽ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. എന്തായാലും ഈ പട്ടാളക്കാരൻ ഒരു കൂട്ടുകാരനെ വിളിച്ച് കൂട്ടുകാരനോട് കാര്യം പറഞ്ഞ് കൂട്ടുകാരൻ്റെ ബൈക്കിൻ്റെ പുറകിൽ കയറി. ഇവൻ ആ സമയത്ത് ഒരു ചെറിയൊരു ചായക്കട, ആ ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വിഷ്ണു. അപ്പോൾ അവൻ്റെ ലൊക്കേഷൻ കിട്ടി. അങ്ങനെ ഈ ബൈക്കിൽ അവിടെ എത്തി. അപ്പോൾ അവിടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ഉണ്ട് ചായക്കടയാണെങ്കിലും. അപ്പോൾ അവിടെ വാർത്ത കുറേ ആളുകളുണ്ട് അവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് ബന്ധുവാണ്, വിഷ്ണു ഏട്ടൻ അങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ്, അണ്ണ അങ്ങനെ വിഷ്ണു അങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് വിളിച്ച് ആ മുറ്റത്തേക്ക് ഇറങ്ങിയതും കയ്യിലിരുന്ന കത്തി കൊണ്ട് തുരുതരാ അങ്ങ് കുത്തി അവനവിടെ മലന്ന് വീണു. അപ്പോൾ ആളുകളെല്ലാവരും ഇങ്ങനെ സ്തബ്ധരായിട്ട് നിൽക്കുക, എല്ലാവരും കാണലെയാണ് ഈ കുത്തുന്നത്. അത് കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വന്ന് ബൈക്കിൻ്റെ പുറകിൽ കയറി. ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവൻ വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ മരിച്ചു എന്ന് കരുതി പോയ ആൾ പതുക്കെ എണീക്കണു. ഇതാണ് രംഗം. അങ്ങനെ വീണ്ടും ബൈക്കിൽ നിന്ന് രണ്ടാമത് ഇറങ്ങി വന്നിട്ട് ഇവനെ ബാക്കിയുള്ളതും കൂടി നെഞ്ചിലും വയറ്റിലായിട്ട് കുത്തുകയാണ്. അപ്പോൾ ആ വീഴാൻ പോയ പോക്കിൽ അവിടെ അങ്ങോട്ട് സ്റ്റക്കായി. അതാണ് ഈ വില്ല് പോലെ നിൽക്കുന്ന ഒരവസ്ഥയിൽ ബോഡി. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ബോഡി. അതിന് പോലീസ് നേരം വിളിക്കുന്നവരെ അതിന് കാവലും. ഈ ദുർഗതി വരുത്തിയത് പോലീസിൻ്റെ അനാസ്ഥയായിരുന്നു. ആ പോലീസുകാരൻ അവിടെ ജഡി ചാർജ് ഇല്ലായിരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി അത് ഏതെങ്കിലും രീതിയിൽ സി ഓഫീസിലോ അല്ലെങ്കിൽ എന്നെയോ ഏതെങ്കിലും രീതിയിൽ അതൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കാമായിരുന്നതാണ്. അത് അപ്പാടെ തന്നെ ഈ ഇവിടേക്ക് കൊണ്ടുപോയിരുന്നുണ്ടെങ്കിൽ മോർച്ചറി പോയത് കാണില്ലായിരുന്നു. ഇത് KSRTC കടന്നു പോകുന്ന വഴിയിൽ എല്ലാവരും തലയിട്ട് ഇങ്ങനെ നോക്കുക. നമ്മൾ ആ റോഡിൽ മലത്തി കിടത്തുമ്പോൾ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ആവുന്നൊരു ബോഡി. അപ്പോൾ ആളുകൾ പെട്ടെന്ന് ഇങ്ങനെ കണ്ണ് മറയ്ക്കുന്ന രീതിയിൽ, കാരണം അങ്ങനെയൊക്കെ ഒരു മൃതശരീരമാവുമോ എന്നുള്ള രീതിയിൽ, കാരണം ചോരൊലിപ്പിക്കുന്ന ഇതൊക്കെ പുറത്തായിട്ടുള്ള രീതികളും കുടലും ഇതൊക്കെ പുറത്തായിട്ടുള്ള രീതിയിലും. അപ്പോൾ ഇൻക്വസ്റ്റ് ചെയ്യാറൊക്കെ വേറെ വഴിയില്ല. അത് അങ്ങനെ ഒരു കുറച്ച് നേരത്തേക്കെങ്കിലും ആയാലും അത് എഴുതിയെടുക്കുന്നത് വരെയൊക്കെ എടുത്തു കഴിഞ്ഞ് എന്നിട്ടാണ് അത് പോസ്റ്റ്മോർട്ടത്തിനൊക്കെ കൊണ്ടുപോയി മറ്റു കാര്യങ്ങൾ ചെയ്തത്. പോലീസുകാരൻ ഈ പട്ടാളക്കാരൻ അതോടുകൂടി നാട് വിട്ടു. പിന്നെ ഒരു പട്ടാളക്കാരനെ, സർവീസിലുള്ളൊരു പട്ടാളക്കാരനെ അറസ്റ്റ് ചെയ്യാനുള്ള ചില ഫോർമാലിറ്റീസ് ഉണ്ട്. ഇവിടുത്തെ പോലീസ് കാശ്മീരിലേക്ക് പോയെങ്കിലും അവിടെ അവനെ കാണാനോ അവനെ അറസ്റ്റ് ചെയ്യാനോ കഴിയാത്ത രീതിയിൽ കുറേ നടപടിക്രമങ്ങളുണ്ട്. അതൊന്ന് മുഴുവൻ അന്ന് പോലീസിന് അറിയാത്തത് കൊണ്ട് കൂടിയാണ്. അങ്ങനെ തിരിച്ചു വന്നു. പിന്നീട് ഞാൻ അപ്പോഴേക്കും അവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും അവിടെ നിന്ന് ട്രാൻസ്ഫറായി. പിന്നീട് അറിഞ്ഞത് തിരുവനന്തപുരത്ത് തന്നെയുള്ള പാങ്ങോട് മിലിറ്ററി ക്യാമ്പുണ്ട്. ആ മിലിറ്ററി ക്യാമ്പിൽ അവിടെ റിക്വസ്റ്റ് കൊടുത്ത് അവരുടെ സഹായത്തോടു കൂടിയൊക്കെ പോയി. പിന്നീട് അറസ്റ്റ് ചെയ്തു, അങ്ങനെ കോടതിയിൽ ഹാജരാക്കാൻ എന്ത് ശിക്ഷ കിട്ടി മറ്റു കാര്യങ്ങൾ എനിക്കറിയില്ല. എന്നാലും പോലീസിൻ്റെ റെസ്പോൺസ് ടൈമിൽ വരുന്ന ഒരു ഡിലേ ഇതുപോലെ ഒരുപാട് ഒരു ബുദ്ധിമുട്ടുകൾ പബ്ലിക്കിന് പോലും ഉണ്ടാക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഉദാഹരണം ഞാൻ പറഞ്ഞത്. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17.
ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഇത് 2013-14 കാലഘട്ടത്തിൽ ഞാൻ ഗുരുവായൂർ ACP ആയിരിക്കും, അസിസ്റ്റൻറ്റ് പോലീസ് കമ്മീഷണറായിരിക്കുമ്പോൾ ഒരു വിഷയത്തിൽ ഇടപെട്ടതാണ്. അതൊരു ക്രൈമൊന്നുമല്ല. പക്ഷെ ഇന്നും ഒരുപാട് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു മോട്ടോ എന്ന് പറയുന്നത് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷനാണ്, പ്രൊഫഷനായാലും എന്തായാലും. അപ്പോൾ അതിൻ്റെ ഒരു സംഭവം ഇങ്ങനെയാണ്. ഒരു സന്ധ്യ നേരത്ത് അപ്പോൾ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ചുറ്റും ഭക്തർ മാത്രമല്ല അവിടെ ഉണ്ടാവുക. ആ കൂട്ടത്തിൽ ഒരുപാട് മാലകളിട്ട ഒരുപാട് കള്ളന്മാരുണ്ടാവും. പ്രത്യേകിച്ച് ശബരിമല സീസണൊക്കെ വരുമ്പോൾ സാധാരണ ഒരു സ്വാമി 4 മാല ഇടണമെങ്കിൽ ഇയാൾ 10 മാല ഇടും. അങ്ങനെയാണ് വ്യാജന്മാരും ഈ ക്രിമിനൽസും ഒരുപാടുണ്ടാവും ഇത്തരം ഗ്യാങ്ങുകളുടെ ഇടയിൽ. അപ്പോൾ പോലീസും ഇങ്ങനെ മഫ്റ്റിയിലുണ്ടാവും. ആ കൂട്ടത്തിൽ ആ അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ നടക്കുന്ന സമയത്ത് അവിടെ സ്പെഷ്യൽ ബ്രാഞ്ചിലെ പോലീസുകാരുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നൊരു മണലൂർ ഗോപിനാഥ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഓട്ടംതുള്ളൽ കലാകാരന്മാരിൽ ഏറ്റവും ഒരുപാട് അവാർഡുകളും ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു പോലീസുകാരനുണ്ട്. അയാളന്ന് ASI മറ്റായിരുന്നുണ്ട്. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് വന്നിട്ട്, അയാൾ കൂടുതൽ പോലീസുകാരനുണ്ട്, അവർ രണ്ടുപേരും എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാർ ആ കുട്ടികളെ ശ്രദ്ധിച്ചോ? അപ്പോൾ നോക്കുമ്പോൾ 4 കുട്ടികൾ യൂണിഫോമിൽ, സ്കൂൾ യൂണിഫോമിൽ സ്കൂൾ ബാഗ് തൂക്കിയിട്ടുണ്ട്, അവിടെ നിൽക്കുകയാണ്. അവരുടെ കൂടെ ഒരു സ്ത്രീയുണ്ട്, അവരമ്മയുണ്ട്. അപ്പോൾ ഈ സന്ധ്യ നേരം എന്ന് പറഞ്ഞാൽ 7:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞ എന്തോ ഒരു വശപ്പശകുണ്ടല്ലോ സാറേ ആ പിള്ളേരങ്ങനെ നിൽക്കുന്നതിൽ. ഞങ്ങളൊന്ന് പോയി ചോദിക്കട്ടെ ചോദിച്ചു. ഞങ്ങൾ ചോദിക്കും, അവിടെ പോയി ചോദിക്കും, എന്താ അവിടെ നിൽക്കണമെന്ന് ചോദിക്കൂ. അവരുടെ അച്ഛൻ എന്തോ ചോദിക്കാൻ വേണ്ടി ആ മേൽപ്പുറത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ അപ്പുറത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ വരുന്നവരെ ഞാനും ഈ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസുകാരോടെ വെയിറ്റ് ചെയ്തു. അച്ഛൻ വന്നു. സജീവനൊന്നും സജീവമായിട്ടുണ്ട്. സജീവൻ വന്ന് കാര്യങ്ങൾ മാറ്റി നിർത്തി ചോദിച്ചു. അപ്പോൾ സജീവൻ ഒരു വല്ലാത്ത ഒരു ക്രിട്ടിക്കൽ പോയിന്റിലായിരുന്നു ജീവിതത്തിൽ. വേറെ ഒന്നുകൊണ്ടല്ല, സജീവൻ്റെയും ഭാര്യയുടെയും പ്രണയവിവാഹമായിരുന്നു. ഭാര്യ വീട്ടിൽ കാര്യമായിട്ട് സ്വത്തുക്കളൊന്നുമില്ല. സജീവൻ്റെ വീട് ചാവക്കാട് ഭാഗത്താണ്. സജീവൻ്റെ സഹോദരിയുടെ വിവാഹം വന്നപ്പോൾ ആകെ 3 സെൻറ്റ് സ്ഥലമാണ് ഉണ്ടായത്. ആ 3 സെൻറ്റ് സ്ഥലവും വിറ്റ് സഹോദരിയുടെ വിവാഹം കഴിച്ച് ഈ പ്രണയിച്ച ഇവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. സജീവൻ ഈ അത്യാവശ്യം ഫർണിച്ചർ ജോലിയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഹാർട്ട് പേഷ്യൻ്റാണ്. എന്നും അസുഖങ്ങളും കാര്യങ്ങളാണ്. അങ്ങനെ വാടക വീടുകളിൽ, ബന്ധു വീടുകളിലൊക്കെ ആയിട്ട് കുറേ കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു. ഇടയ്ക്ക് പടിയുണ്ടാവും, പലരും കടം വാങ്ങിക്കും. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 4 പിള്ളേർ, മൂത്ത കുട്ടി 7ാം ക്ലാസ് തുടങ്ങി, മൂത്തത് 3 പെൺകുട്ടികൾ, ഏറ്റവും താഴെയുള്ളവൻ ഏറ്റവും ചെറിയ കുട്ടി സ്കൂളിൽ നിന്ന് പോകാറായിട്ടില്ല, 3 വയസ്സ് 4 വയസ്സ്, അത് ആൺകുട്ടി, ബാക്കിയൊക്കെ പെൺകുട്ടികൾ. അപ്പോൾ ഏറ്റവും അവസാനം അവർക്ക് അഭയം കൊടുക്കുന്ന പോലെ താമസിപ്പിച്ചത് പീച്ചി പെട്ട ഒരു ബന്ധുവാണ്. കാര്യം ഇവരുടെ പ്രണയവും ഇവരുടെ ഇതൊക്കെ കണ്ടിട്ട് ഓരോ ബന്ധുക്കൾ ഇങ്ങനെ, പക്ഷെ അവർക്കൊക്കെ സഹായിക്കുന്നതിന് പരിധിയുണ്ടല്ലോ. പക്ഷെ അവിടെ വന്ന് കുട്ടികൾ പഠിക്കുന്നതാണെങ്കിൽ വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ഏങ്ങണ്ടിയൂരുണ്ട്, അവിടെയുള്ളൊരു സ്കൂളിലാണ് കുട്ടികൾ പഠിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് അവിടെ നിന്ന് പീച്ചിയിൽ നിന്ന് ഇവിടെ വരെ വരാൻ ഉള്ള ബുദ്ധിമുട്ട്. ഈ കുട്ടികൾക്ക് എന്നും അസുഖങ്ങൾ, ഈ മൂത്ത കുട്ടിക്കും ഒരുപാട് സ്കിൻ ഡിസീസും മറ്റു കാര്യങ്ങളും, ഒന്നൊഴിയാതെ മക്കൾക്ക് അസുഖങ്ങളും. ഈ സജീവനും ഇതുപോലെ തന്നെ ഒരു രോഗാവസ്ഥ, ഒരു സമ്പാദ്യവും ഇല്ല കയ്യിൽ. എന്ത് വേണമെന്ന് ആലോചിച്ച് സ്കൂൾ വിട്ട് ആ യൂണിഫോമും ആയിട്ട് ഇങ്ങോട്ട് പോന്നു. അന്ന് രാത്രി ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ അവിടെ കിടക്കാം, നാളെ രാവിലെ പിന്നെ ആലോചിച്ച് എന്തെങ്കിലും ചെയ്യാം. ഇന്നൊക്കെ മനസ്സിൽ വെച്ചിട്ട് രണ്ടാളും കൂടി വന്നതാണ്. അപ്പോൾ അവിടെ പോയി ചോദിച്ചത് എന്താ വെച്ചാൽ രാത്രി ഇവിടെ കിടക്കാൻ സമ്മതിക്കുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ അവിടെ നിന്ന് റിപ്പോർട്ട് കിട്ടി, ഒരു സമയം കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും ഒഴിപ്പിക്കും, ഇവിടെയൊക്കെ കഴുകി വൃത്തിയാക്കും, അപ്പോൾ അവിടെ നിന്ന് മാറേണ്ടി വരും, പിന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കാം എന്നൊക്കെ പറഞ്ഞു തോന്നുന്നു.
പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ സജീവൻ പറഞ്ഞു, എല്ലാം അവസാനിപ്പിക്കാൻ വന്നതാണ് സാറേ, എല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടി വന്നത് തന്നെയാണ്, അതിന് ധൈര്യം കിട്ടിയില്ല, അപ്പോൾ ഇവിടെ ഒന്ന് തീരുമാനമെടുത്ത് പോകാൻ വെച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഈ 4-2-6 ജീവിതങ്ങൾ എന്തു ചെയ്യുന്നു ഇവരെ കൊണ്ട്? അപ്പോൾ അവിടെ തുളസി ദളം എന്ന് പറഞ്ഞിട്ടൊരു ലോഡ്ജുണ്ട് അവിടെ ഗുരുവായൂർ പടിഞ്ഞാറടയിൽ. അപ്പോൾ അവരെ ഓണർഷിപ്പായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു കേസ് പെറ്റീഷൻ്റെ മുന്നിലുണ്ട്. അപ്പോൾ അതിന് കുറച്ച് കൂടുതൽ അവരായിട്ട് അടുപ്പമുണ്ട്. അപ്പോൾ അതിലെ മാനേജറെ ഞാൻ വിളിച്ച് പറഞ്ഞു, ഒരു കുടുംബം ഒന്ന് അവിടെ താമസിക്കാൻ വരും, അവരൊരു 3 ദിവസം അവിടെ താമസിക്കും, അതിൻ്റെ വാടക ഞാൻ തരും, അവരോടൊന്നും ചോദിക്കരുത്, അവർക്ക് എന്തെങ്കിലും ഭക്ഷണ കാര്യങ്ങളുണ്ടെങ്കിൽ വാങ്ങിച്ചു കൊടുത്താൽ അതിൻ്റെ ബില്ല് തന്നാൽ ഞാൻ തരാം. 3 ദിവസം കഴിഞ്ഞു, അപ്പോഴും വേറെ വഴിയില്ല. അത് കഴിഞ്ഞ് അവിടുത്തെ ഗുരുവായൂരത്തെ ഒരു പത്രപ്രവർത്തകനുണ്ട്, അച്യുതക്കുറുപ്പ് അത്യാവശ്യം ഇതുപോലെ ചാരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അച്യുതക്കുറുപ്പിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അയാൾ ഒരു കോട്ടേജ് സൗകര്യപ്പെടുത്തി തന്നു. 1 മാസത്തോളം അവർ താമസിച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ നിന്ന് പോവാതിരിക്കാൻ നിവൃത്തിയില്ല. പിന്നെ ചെയ്തത്, പിന്നെ അവിടുത്തെ തന്നെ ഒരു ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന രഞ്ജിനി എന്ന് പറയുന്ന ഒരു ലേഡിയുണ്ട്. അത്യാവശ്യം ഈ സ്നേഹസ്പർശം എന്ന് പറയുന്ന ഞാൻ ചെയർമാനായിട്ടുള്ള ഗുരുവായൂരത്തെ മുതിർന്ന പൗരന്മാരുടെ കൂട്ടായ്മയിലെ ഒരു പ്രൊമോട്ടറാണ്. അവരോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ ഏങ്ങണ്ടിയൂർ പോയിട്ട് അവിടുത്തെ CPM-ൻ്റെ കുറേ നേതാക്കന്മാർ, മറ്റെല്ലാ പാർട്ടികളുടെ നേതാക്കന്മാരൊക്കെ ആയിട്ട് കാര്യങ്ങൾ അവിടെ നിന്ന് ചർച്ച ചെയ്ത് ഒരു സ്ഥലം അവർ എഗ്രിമെൻ്റ് വാങ്ങിച്ച് അവർക്ക് കൊടുത്തു, കുറച്ച് സ്ഥലം. എന്നിട്ട് പിന്നെ ഒരു കുടിൽ വയ്ക്കണം. അപ്പോൾ സ്കൂളുകാരോട് പറഞ്ഞപ്പോൾ സ്കൂളുകാർ കുറേ കാര്യങ്ങളൊക്കെ അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഏങ്ങണ്ടി ഒരു സെൻറ്റ് ജോസഫ് സ്കൂൾ മറ്റാണ്. പിന്നെ കുറേ കൂട്ടർ ഒരു കെട്ട് ഓല, കുറച്ച് കയറ്, ഇങ്ങനെയൊക്കെയായി ഒരു കുടിൽ വെച്ചു. അവിടെ താമസമായി. അവർ ജീവിക്കാൻ തീരുമാനിച്ചു. ഇന്ന് എന്നെ ഒരു വിളിച്ചിരുന്നു, അവർക്ക് വേണ്ടിയിട്ട് വേറെ ആൾ വിളിച്ചിരുന്നു. അവിടെ മൂത്ത മകൾ, എല്ലാവരും അത്യാവശ്യം സെറ്റിലായി, എല്ലാവരും പഠിച്ചു. മൂത്ത മകൾ നഴ്സിങ്ങിനോ മറ്റൊക്കെ പഠിക്കുന്നു, അവർ വിദേശത്ത് മറ്റോ പോകാൻ നിൽക്കണമെന്ന് പറഞ്ഞു, സെറ്റിൽഡായി. ഒറ്റ വരി മാത്രമേ അവർ അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞുള്ളൂ, സാർ അന്ന് ആ ക്രിട്ടിക്കൽ മൊമെൻറ്റിൽ അന്ന് ഇടപെട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു സാവകാശം തന്നില്ലെങ്കിൽ അന്ന് രാത്രി തന്നെ തീർക്കാനായിരുന്നു ഞങ്ങൾ സമയം. അപ്പോൾ എനിക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു സിൻസിയറായിട്ട് ഞാനൊരു ഈശ്വരഭക്തനാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 6 ജീവിതങ്ങൾ, ആ ജീവിതങ്ങൾ തിരിച്ചു പിടിക്കാൻ, ഒരു ഓർമ്മയായി പോകാതിരിക്കാൻ, ഈ പോലീസ് എന്ന പ്രൊഫഷനിൽ അതിനെനിക്കൊരു നിമിത്തമായിട്ട് വരാൻ കഴിഞ്ഞതിലുള്ള ഒരു സന്തോഷം. അപ്പോൾ പോലീസ് എന്ന ആ ഒരു പ്രൊഫഷൻ ഒരുപാട് ദുരനുഭവങ്ങളുണ്ടായിട്ടുണ്ട് പോലീസിൽ. പക്ഷെ ഒരിക്കലും ഞാൻ കാക്കിയെ വെറുത്തിട്ടില്ല. അത് ഐ ആം വെരി വെരി മച്ച് പ്രൗഡ് ഓഫ് ബീയിങ് എ പോലീസ് ഓഫീസർ. ഇന്നും പോലീസ് അക്കാദമിയിൽ ഞാൻ റിട്ടയർ ചെയ്തിട്ടാണെങ്കിലും യൂണിഫോം ഇട്ടിട്ട് വരുന്ന ട്രെയിനീസിനും ഇൻ സർവീസ് കോഴ്സുകളിലായിട്ട് അക്കാദമിയുടെ ആരംഭം മുതൽ ഈ നിമിഷം വരെ ഈ കുറ്റാന്വേഷണവും അനുബന്ധ വിഷയങ്ങളും പഠിപ്പിക്കാനായിട്ട് കാക്കിയോടൊപ്പമുണ്ട്. അപ്പോൾ പോലീസിൻ്റെ കുറേ ഉള്ളിലെ കുറേ യാഥാർത്ഥ്യങ്ങൾ അത് പച്ചയായി, ഒരു മറയില്ലാതെ, ഒരു പൊടിപ്പും തൊങ്ങലും ഇല്ലാതെ, ഒരു മസാലയും ഇല്ലാതെ അവതരിപ്പിക്കാൻ എനിക്ക് സഫാരി ഒരു അവസരം തന്നു. തീർച്ചയായിട്ടും ഐ ആം വെരി വെരി താങ്ക്ഫുൾ ടു സന്തോഷ് ജോർജ് കുളങ്ങര ആൻഡ് ദ സ്റ്റാഫ്.